ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ന്യൂ കമ്മർ ടിപ്സാണ് തരാൻ പോകുന്നത്. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ വന്നപ്പോൾ എങ്ങനെയാണ് സർവൈവൽ ജോബ്സ് കണ്ടെത്തിയത്, പിന്നെ എങ്ങനെയാണ് മറ്റ് ജോബുകളിലോട്ട് ഞാൻ മൂവ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഞാനിവിടെ വന്നപ്പോൾ വിൻ്റർ സമയത്താണ് ഞാനിവിടെ വന്നത്. അപ്പോഴേക്കും എനിക്ക് നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ അറിയാമായിരുന്നു. അതിനു മുമ്പേ ഞാനൊരു ചെറിയൊരു റിസർച്ച് നടത്തിയിരുന്നു, നമുക്ക് എന്തൊക്കെ ജോലികൾ നമ്മൾ ന്യൂ കമ്മറായിട്ട് ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ കിട്ടും എന്നുള്ളത്. അപ്പോഴേക്കും ഇവിടെ വന്നപ്പോഴേക്കും എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം നമുക്ക് വലിയ പൊസിഷനിലോട്ടോ അങ്ങനെയുള്ള മാനേജർ പൊസിഷനിലോട്ടോ അല്ലെങ്കിൽ ടീച്ചിങ് പൊസിഷനിലോട്ടോ അങ്ങനെയുള്ള ജോലികളിലോട്ടോ നമുക്ക് പെട്ടെന്ന് കിടക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ചുമില്ല. വന്നപ്പോൾ തന്നെ ഒരു ബയോഡേറ്റ അല്ലെങ്കിൽ റെസ്യൂമേ, ഇവിടെ പറയുമ്പോൾ നമ്മൾ റെസ്യൂമേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു റെസ്യൂമേ പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി ഒരു ചെറിയ സിമ്പിൾ മോഡലിൽ തന്നെ ഒരു റെസ്യൂമേ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ എങ്ങനെ ഒരു റെസ്യൂമേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ അടുത്ത സെഷനിൽ പറയാം. അപ്പം ഇതിൽ ഞാൻ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. ഞാൻ വന്നപ്പോൾ ചെയ്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം റെസ്യൂമേ പ്രിപ്പയർ ചെയ്തു. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസ്യൂമേ പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം ഇവിടെയുള്ള ഞാൻ മാർക്കത്തോട്ടാണ് വരുന്നത്. ഒണ്ടാരിയോ മാർക്കത്തിലാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന ശേഷം ഇവിടെയുള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ എല്ലാം പോയി കണ്ടു. ആദ്യത്തെ ദിവസം ഒന്ന് കറങ്ങി. വന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല വിൻ്റർ സമയമായിരുന്നു. -35 മേളിലായിരുന്നു വന്നപ്പോൾ. അപ്പോൾ ആ ടൈമിലാണ് വന്നത്. എങ്കിലും ഉള്ള ഷൂവും ഉള്ള ജാക്കറ്റും ഒക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി പല സ്ഥലങ്ങളിലും. അതായത് അധികം ദൂരത്തോട്ട് പോയില്ല, നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ വണ്ടിയൊന്നുമില്ല. ബസ് സൗകര്യവും ഞങ്ങൾ മാർക്കത്തായത് കാരണം സ്കാർബ്രോ എന്ന സ്ഥലത്തോട്ട് പോകണമെങ്കിൽ, അപ്പുറത്ത് ടൊറൻറ്റോ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ബസ് എക്സ്ട്രാ ഫെയർ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വാക്കിംഗ് ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ കുറച്ച് ദൂരത്ത് പോകുന്നുള്ള സ്ഥലത്താണെങ്കിൽ ജോലി കിട്ടുവാണെങ്കിൽ എളുപ്പമാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി അടുത്തുള്ള ഏകദേശം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത് നമ്മുടെ ഇവിടെയുള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങളെന്ന് പറയാൻ പറ്റില്ല, എല്ലാം വലിയ കമ്പനികളാണ്. പിന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടെയെല്ലാം പോയി ബയോഡേറ്റ കൊണ്ട് കൊടുത്തു. ആദ്യത്തെ ദിവസം തന്നെ ഞാനൊരു 10 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ബയോഡേറ്റ കൊടുത്തു. ബയോഡേറ്റ ഹാൻഡ് ടു ഹാൻഡ് തന്നെ കൊടുക്കണം. മാനേജർ ആരാന്ന് കണ്ടുപിടിച്ചിട്ട്, ചിലപ്പോൾ മാനേജർ കാണത്തില്ല, അപ്പോൾ അവർ പറയും വേറെ ഒരു ദിവസം വരാൻ പറയും. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി ബയോഡേറ്റ കൊണ്ട് കൊടുക്കുക. ഹാൻഡ് ടു ഹാൻഡ് കൊടുത്തു. പിന്നെ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഹയറിംഗ് ബോർഡ് വെച്ചിട്ടുണ്ടാവും. അപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കോസ്കോയെ, വാല്യൂ വില്ലേജ്, കനേഡിയൻ ടയർ, ഇവിടെ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും അവർ ഓൺലൈൻ ഹയറിംഗ് ആണ് അതിന് ചെയ്യുന്നത്. ഓൺലൈൻ ഹയറിംഗ് ഉള്ളപ്പോൾ നമ്മൾ ഓൺലൈനിൽ അവരധികം ബുദ്ധിമുട്ടിക്കാണ്ട് തന്നെ ഓൺലൈനിൽ തന്നെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനുശേഷമുള്ളവർ വേക്കൻസി കൊണ്ട് വിളിക്കത്തുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള ഏതെങ്കിലും മാനേജേഴ്സൊക്കെ കാണും. അപ്പം മാനേജേഴ്സിനെ കണ്ടു കഴിയുമ്പോഴേക്കും നമ്മൾ അവരോട് മീറ്റ് ചെയ്യുക. അവരോട് ചിലപ്പോൾ മലയാളികളൊക്കെ തന്നെ കാണും, ഇന്ത്യൻസ് കാണും, അല്ലാതെ ഇവിടെയുള്ളവരും. അങ്ങനെ ഒരു തരംതിരിവോ അങ്ങനെ വേർതിരിച്ച് കാണിക്കുന്ന രീതികളൊന്നുമില്ല. അവരോട് സംസാരിക്കുക. അതിനുശേഷം ബയോഡേറ്റ കൊടുക്കുക. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴായിരിക്കും അവർ നിങ്ങളെ വിളിക്കുന്നത്. അപ്പം ഞാനിനി എൻ്റെ പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ, ഞാനിവിടെ വന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ പറയാം. ഇവിടെ വന്ന ശേഷം ഞാൻ ആദ്യം ചെയ്തത് എല്ലാ ബയോഡേറ്റ എടുത്തിട്ട് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് കൊടുത്തു. അപ്പോൾ 10 സ്ഥലങ്ങളിൽ ബയോഡേറ്റ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് 3 സ്ഥലങ്ങളിൽ നിന്ന് പിന്നീട് കോള് ഉണ്ടായി. കോള് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ ഇരുന്ന കോള് കിട്ടത്തില്ല. അതിന് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെയും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മളവിടെ ചെല്ലണം. എന്തെങ്കിലും ആയോ, ഉണ്ടോ, ആരെ കാണാൻ പറ്റുമോ. അപ്പോൾ അവർ നമ്മൾ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിമൈൻഡ് ചെയ്തുകൊണ്ടിരുന്ന ശേഷം പിന്നെ എനിക്ക് 3 സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് കോൾ കിട്ടി. അത് ഏകദേശം ഒരു 400 മീറ്ററേ ഉള്ളൂ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോകാനുള്ള സ്ഥലങ്ങൾ. ഒന്ന് വാല്യൂ വില്ലേജ്, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് കണ്ടല്ലോ, ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. എങ്കിലും എനിക്ക് വളരെ ഇഷ്ടമാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ അവിടെ വാല്യൂ വില്ലേജിൽ എനിക്ക് കോൾ വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യണം. അതെല്ലാം ചെയ്ത് ശേഷം തിരിച്ച് വിളിക്കാൻ പറഞ്ഞു. പിന്നെ അടുത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിം ഹോട്ടലിനെ വിളിച്ചു. ടിം ഹോട്ടലിലാണ് എന്നെ വിളിക്കുന്നത്. ടിം ഹോട്ടലിൽ ഒരു നൈറ്റ് ബേക്കർ ജോലിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുക്കിങ്ങൊക്കെ എനിക്ക് താല്പര്യമാണെങ്കിലും ഇവിടെ എനിക്ക് എങ്ങനെയാണ് കുക്കിങ്, എന്താണ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു എനിക്ക്. അപ്പോഴേക്കും അവർ വിളിച്ചു. വന്നിട്ട് പറഞ്ഞു
ഇൻ്റർവ്യൂ ആണെന്നൊക്കെ കരുതി ഞാൻ ചെന്നു. എങ്കിലും നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ, ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മൾ വലിയ കോട്ടും സ്യൂട്ടും പിന്നെ ടൈ ഒന്നും കെട്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കാഷ്വലായിട്ട് ഒരു വൃത്തിയായിട്ടുള്ള വേഷത്തിൽ ചെല്ലുക. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഞാനവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടുത്തെ മാനേജറായിരുന്നു ഉണ്ടായിരുന്നത്. പുള്ളിക്കാർ പറഞ്ഞു ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴെന്നെ ഒരു ഇതിൻ്റെ ഫ്രീസറുണ്ട്, ഫ്രീസറിൻ്റെ അകത്തോട്ട് ഫ്രീസറിൻ്റെ അകത്ത് കയറ്റിയിട്ട് അവിടെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിങ് മൊത്തം വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനതെല്ലാം വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ ഇവിടുത്തെ ബേഗിൾസ്, ബൺസ്, ബേക്കൺ അങ്ങനെയുള്ള പല സാധനങ്ങളുമാണ് അവിടെ വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ലേബൽ വായിച്ചു. അപ്പോഴേക്കും പുള്ളിക്കാർ തന്നെ പറഞ്ഞു ഓക്കെ, അവന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, കുഴപ്പമില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞതാണ് പെട്ടെന്ന് സാധനങ്ങൾ എടുക്കണം. അപ്പോൾ നമ്മൾ സ്പെല്ലിങ്ങിനൊക്കെ തപ്പിപ്പിടിച്ച് നിന്നാൽ പറ്റത്തില്ല. അതിനൊരു കാരണം ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അത് ഓക്കെ എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 15 മിനിറ്റ്സ് ട്രയലായിരുന്നു. ആ ട്രയൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്നെ ഈ കാഷിലൊക്കെ കൊണ്ടുപോയിട്ടു. അപ്പോൾ അതിനുശേഷം ട്രയൽ നോക്കി. ഇപ്പോൾ അവിടെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്കിവിടെയുള്ള എന്തൊക്കെയാണ് സംഭവങ്ങളെന്നുള്ള പിടിപാടില്ലല്ലോ. അതായത് ഇപ്പോൾ കോഫി ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഷുഗർ 2 മിൽക്ക് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് നമുക്കറിയില്ല. നമ്മളാണ് നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ പറയുന്നത് എന്താണ്, നമുക്കൊരു സ്ട്രോങ് ചായ, അല്ലെ മീഡിയം ചായ, അല്ലെങ്കിൽ ലൈറ്റ് ചായ തരാൻ പറയും. അപ്പോൾ ഇവിടുത്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡിഫറൻസ് ആയിരുന്നു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇതിനെക്കൊണ്ട് പറ്റത്തില്ല. പിന്നെ കോയിൻസ് കൗണ്ട് ചെയ്യാൻ നോക്കും. നമുക്ക് കനേഡിയൻ നാണയങ്ങൾ പിന്നെ അല്ലെങ്കിൽ മണി കൗണ്ട് ചെയ്യാൻ നമുക്ക് കൃത്യമായിട്ട് അറിയണം. നമ്മൾ കൗണ്ടറിൽ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഇവിടുത്തെ $20 അല്ലെങ്കിൽ $2 അല്ലെ $1 അങ്ങനെയുള്ള കൗണ്ട് നമ്മളധികം കനേഡിയൻ നാണയങ്ങളധികം പരിചയമില്ലായിരുന്നല്ലോ. അപ്പോഴേക്കും അതും ഫെയിലായി. അപ്പോൾ പറഞ്ഞു പറ്റത്തില്ല, അത് ക്യാഷൊന്നും കൗണ്ട് ചെയ്യാനൊന്നും അറിയത്തില്ല. പിന്നെ അവിടെ നിന്ന് പറഞ്ഞു എനിക്ക് അറിയാവുന്ന പണികളൊക്കെ ചെയ്യാൻ എന്തെങ്കിലും ജോലിയുണ്ടോ. അപ്പോൾ പറഞ്ഞു ഒരു ബേക്കറായിട്ടുള്ള ജോലിയുണ്ട്, അപ്പോൾ നിനക്ക് എന്തെങ്കിലും ഹോട്ടൽ മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നാട്ടിൽ ഞാൻ പണ്ട് ഒരു തട്ടുകട നടത്തിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ രീതിയിൽ പറയണം, നമ്മളല്ലാതെ വെറുതെ. അപ്പോൾ അതിനെ ഇച്ചിരി നന്നായിട്ട് തന്നെ പറഞ്ഞു, ഒരു റെസ്റ്റോറൻറ്റ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ഇതെല്ലാം ഇങ്ങനെ ഈ മെഷീൻ്റെ അകത്ത് വെക്കുന്ന സംവിധാനങ്ങളാണ്. അതായത് മൈക്രോവേവ് അവൻസിൻ്റെ അകത്ത് വെച്ച് നമ്മൾ എടുത്താൽ മതി, ചൂടാക്കി എടുക്കുക, പിന്നെ അത് പഠിക്കാവുന്നൊക്കെയുള്ള കാര്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്പീഡാണ് അവർ നോക്കുന്നത്. ഇപ്പം കാനഡയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫാസ്റ്റ് ട്രാക്കാണ്, അല്ലെങ്കിൽ ഫാസ്റ്റ് പേസിങ് ആണ് കംപ്ലീറ്റ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരാൾ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേരുടെ പണിയായിരിക്കും ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അസിസ്റ്റൻറ്റും പരിപാടികളൊന്നും കാണത്തില്ല. നമ്മൾ തന്നെ ആയിരിക്കും രാവിലെ ഏകദേശം ഒരു 100-800 പേരോളം ഈ ടിം ഹോട്ടലിൽ വരും. അപ്പോൾ ആ രാവിലെ വരുമ്പോഴത്തുള്ള ഭക്ഷണം അവർക്ക് വേണ്ടത് നമ്മളത് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാക്കുക എന്നല്ല ഞാൻ പറയുന്നത്, അതെല്ലാം ചൂടാക്കുക, അതെല്ലാം ചെയ്യുക എന്നുള്ളത്, അതാണ് ബേക്കറുടെ ജോലി. അപ്പോൾ അത് ചെയ്തു. അപ്പോൾ 15 മിനിറ്റ് ഞാനവിടെ ഒരു ശ്രീലങ്കൻ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയാണ് എന്നെ അത് ട്രെയിൻ ചെയ്തത്. ആ സമയത്ത് ട്രയൽ ചെയ്യിപ്പിച്ച്. അപ്പോൾ ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു നന്നായിട്ട് ചെയ്യുന്നുണ്ട്, സ്പീഡൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ എന്നെ അവിടെ ഹയർ ചെയ്തു. അതാണ് എൻ്റെ ടിം ഹോട്ടലിൻ്റെ ഉള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് ഞാൻ വാലി വില്ലേജിലേക്കാണ് അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കോൾ വന്നു, നിങ്ങൾ വരുന്നുണ്ടോ, അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഞാൻ ഈ 2 ജോലികളെ പറ്റിയും പലയിടത്തും ഞാൻ കമ്പയർ ചെയ്ത് നോക്കി. ഇപ്പം ഈ വാലി വില്ലേജ് ജോലി ചെയ്യുന്നതാണോ അതോ ടിം ഹോട്ടലിന് ജോലി ചെയ്യുന്നതാണോ നല്ലതെന്നുള്ളത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. അപ്പോഴേക്കും പലരും പറഞ്ഞു കുഴപ്പമില്ല. ചിലർ പറഞ്ഞു വാലി വില്ലേജ് എന്ന് പറയുന്നത് ഭയങ്കര പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്, അവിടെ ഒന്നും പോകരുത്, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അസുഖം പിടിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത്ര തോന്നിയില്ല. കാരണം ഏതൊരു ജോലിക്കും ഇവിടെ അതിൻ്റെതായ ഒരു റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ ചെന്നു. അപ്പോൾ അവിടെ ഒരു ട്രെയിനിങ് ഉണ്ട്. ഏതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു, ഞാൻ ടിം ഹോട്ടലിൽ ഇതുപോലെ ജോലി കിട്ടിയിട്ടുണ്ട്, അവിടെ എനിക്ക് ചെയ്യണം. നൈറ്റാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ടിം ഹോട്ടലിലെ ഡ്യൂട്ടി എനിക്കെന്ന് പറഞ്ഞാൽ രാത്രി 1 മണി മുതൽ വരെയാണ്. അപ്പോഴേക്കും അത് ജോലി ചെയ്തോളാൻ പറഞ്ഞു. അവിടെ അത് ജോലി ചെയ്തു വന്നിട്ട് ഇവിടെ കുറച്ചെങ്കിലും ടൈം അവൈലബിലിറ്റി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ടൈം അവൈലബിലിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൈം അവൈലബിലിറ്റി കാനഡയിൽ നമ്മളിപ്പം 1, 2, 3 സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമ്മൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മളവിടെ എത്തിച്ചേരണം, അത്രയേ ഉള്ളൂ കാര്യമുള്ളൂ. പിന്നെ നമ്മൾ അവിടെ ജോലിയായിരുന്നു, നൈറ്റായിരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ ജോലി ചെയ്യണം, അതേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ടൈം അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ 4 മണി മുതൽ 9 മണി വരെ, വൈകുന്നേരം 9 മണി വരെയുള്ള സമയം ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവിടുന്ന് ട്രെയിനിങ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും വാലി വില്ലേജിലെ
ടീം വളരെ നല്ലൊരു ടീമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കൂടുതലും ഇവിടുത്തുകാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കനേഡിയൻ ബോണായിട്ടുള്ള കുറേ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇംഗ്ലീഷൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ, ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് കനേഡിയൻ ആക്സെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാമല്ലോ എന്നുള്ളൊരു ആ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ പഠിക്കാൻ പറ്റും. പിന്നെ കസ്റ്റമേഴ്സ് വരുന്നത് എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ വില്ലേജിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ഒരു വീഡിയോ തന്നെ ഞാൻ ഇടുന്നുണ്ട്. കാരണം അതുപോലെ എനിക്കിഷ്ടമാണ് അവിടുത്തെ ഒരു കാര്യങ്ങൾ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് ഒത്തിരി നോക്കാൻ പറ്റുന്നൊരു കാര്യങ്ങളാണ്. അതായത് യൂസ്ഡ് ഗുഡ്സാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ യൂസ്ഡ് ഗുഡ്സിനെ അവർ ഇവിടെ ഡൊണേഷനായിട്ട് എടുത്ത ശേഷം അതിൻ്റെ ഒരു ഓഹരി ഇവിടെയുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുക്കുക. അതിന് കിട്ടുന്ന പൈസ അതിനുശേഷം യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് അവർ സെല്ല് ചെയ്യുകയാണ്, ചെറിയ പൈസയ്ക്ക് വിൽക്കുകയാണ് അവിടെ. അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്കും അങ്ങനെ പല ആളുകൾക്ക് അത് വളരെ ഉപകാരപ്പെടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ആദ്യം വാങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒത്തിരി പൈസയൊക്കെ ആകും. അത് കാരണം ചെറിയ എമൗണ്ട് കിട്ടാനും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇവിടെയുള്ള ആളുകൾക്കൊരു നല്ല മനസ്സുണ്ട്, കാരണം ഡൊണേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ഡൊണേഷൻസൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു സ്ഥലവും അതങ്ങനെ സെല്ല് ചെയ്യുന്നൊരു സ്ഥലവുമാണ് വാല്യൂ വില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോയി. അപ്പം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം രാത്രി നൈറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ മോള് അവൾക്ക് ആ സമയത്ത് 3.5 വയസ്സേ ഉള്ളായിരുന്നു സമയമുള്ളായിരുന്നു. ആ സമയം 3 വയസ്സേ ഉള്ളായിരുന്നു പ്രായം. അപ്പോഴേക്കും വൈഫ് പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൊച്ചിനെ വീട്ടിൽ വന്ന് നോക്കണം. അതിനുശേഷം അവൾ പിന്നെ എൻ്റെ കൂടെ കിടന്നുറങ്ങുമായിരുന്നു. പിന്നെ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് അടുത്ത ഡ്യൂട്ടിക്ക് പോകും. പിന്നെ 9:30 ആകുമ്പോൾ വരും. 9:30 ആകുമ്പോൾ വന്ന ശേഷം കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ചിട്ട് കിടന്നിട്ട് വീണ്ടും 1 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് ഇവിടെ ജോലി കിട്ടിയത്. അപ്പം എനിക്ക് പറയാനൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മറ്റ് ജോലികൾക്ക് വേണ്ടി ഇങ്ങനെ നമ്മൾ നാട്ടിൽ ചെയ്തിരിക്കുന്ന ജോലി അതാണ് ഇതാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഏത് ജോലി ഇവിടെ കയറുക, അത് പൈസയ്ക്ക് വേണ്ടിയല്ല, അത് തന്നെയല്ല ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാനഡ എന്താണെന്ന് പഠിക്കണം. നമ്മൾ കാനഡയിലെ ലൈഫ് എങ്ങനെയാണ്, കാനഡയിലെ ആളുകൾ എങ്ങനെയാണ്, എങ്ങനെ നമ്മൾ കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് നമ്മൾ ഈ സർവൈവൽ ജോബ്സ് എടുത്തു കഴിഞ്ഞാലേ നമ്മൾ പഠിക്കുകയുള്ളൂ. അത് കാരണം അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പം വീണ്ടും പറയുന്നു, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ഇനിയും കിട്ടുന്നതായിരിക്കും. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നത് എങ്ങനെ ഒരു നല്ല ബയോഡേറ്റയൊക്കെ, സിമ്പിൾ ബയോഡേറ്റ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അത് പ്രിപ്പയർ ചെയ്ത ശേഷം നമുക്കത് എങ്ങനെ അത് ഇവിടെയൊക്കെ കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്സ് ഉണ്ടെങ്കിൽ, എനിക്കിങ്ങനെയുള്ള ലോക്കൽ കോൺടാക്ട്സ് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ലോക്കൽ കോൺടാക്ട്സിൽ ആർക്കെങ്കിലും സർവൈവൽ ജോബ്സ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഏജൻസികളുടെ നമ്പറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യുക. ബൈ, താങ്ക് യു.